ഹായ്, നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിച്ചത്. ഈ സന്ദർശനം അദ്ദേഹത്തിൻ്റെ വലിയ നയതന്ത്ര വിജയമായി കണ്ടുകൊണ്ട് മാധ്യമങ്ങളും റൈറ്റ് വിംഗ് ഹാൻഡിലുകളുമെല്ലാം വലിയ രീതിയിൽ ആഘോഷിക്കുകയുണ്ടായി. പുതിയ ഇന്ത്യയിലെ സാഹചര്യങ്ങളനുസരിച്ചും BJPയുടെ വോട്ട് ബാങ്ക് അനുസരിച്ചുമെല്ലാം ഇതിന് വലിയ സാധ്യതകളാണുള്ളത്. അതിൽ വോട്ട് ബാങ്ക് എന്ന് പറയുമ്പോൾ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. വോട്ടർമാരെക്കാളധികം വോട്ട് നേടി ജയിക്കുന്ന ഒരു പ്രത്യേക ഇനം തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ബ്രസീലിയൻ മോഡലുകൾക്ക് വരെ വോട്ടുള്ളതും ഒറ്റമുറിയിൽ 9 വോട്ടും പിന്നീട് 1 മണിക്കൂർ കൊണ്ട് മിനിറ്റിൽ ഏതാണ്ട് 3-4 വോട്ടോ വീഴുന്ന തരത്തിലെല്ലാമാണ് ഇന്ത്യയിലെ വോട്ടെടുപ്പ് സംവിധാനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ പ്രീണിപ്പിക്കലും സന്തോഷിപ്പിക്കലും സംരക്ഷിക്കലുമെല്ലാം എത്ര കാലത്തോളം നീണ്ടു നിൽക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കും. എന്തായാലും റൈറ്റ് വിംഗ് പൊളിറ്റിക്സിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മോദിയുടെ ഈ ഇസ്രായേൽ സന്ദർശനം വളരെ ആവേശജനകമായ നിമിഷങ്ങളാണ് സമ്മാനിച്ചിരിക്കുന്നത്. ഈ സന്ദർശനത്തിന്റെ ഔട്ട്കം എന്താണെന്ന് കുറച്ചു കാലങ്ങൾ കഴിഞ്ഞ് മാത്രമേ നമുക്ക് പൂർണ്ണമായും വ്യക്തമാവുകയുള്ളൂ. 2017 നടത്തിയ സന്ദർശനത്തിന്റെ ഏകദേശം പൂർണ്ണമായ വിവരങ്ങൾ ഈയടുത്ത് ചില ഫയലുകളും മറ്റും പുറത്തു വന്നപ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നത്. കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ കരാറുകളെല്ലാം അദാനിക്ക് പോയതുപോലെ ഇത്തവണയും എല്ലാ കരാറുകളും ഒരാൾക്ക് മാത്രമായി പോകുമോ എന്നും കാത്തിരുന്ന് തന്നെ കാണണം. ഇന്ത്യയുടെ വിദേശനയത്തിന്റെ വലിയൊരു ഷിഫ്റ്റായിട്ടാണ് വിദേശ മാധ്യമങ്ങൾ മോദി ഇസ്രായേൽ നടത്തിയ സന്ദർശനത്തെയും ഇസ്രായേൽ പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തെയും എല്ലാം വിലയിരുത്തിക്കൊണ്ട് കാണുന്നത്. അതിന് അവർ പറയുന്ന കാരണങ്ങൾ ചിലത് മനസാക്ഷിയുടെയും മൊറാലിറ്റിയുടെയുമാണ്. ഈ പറഞ്ഞ 2 കാര്യങ്ങൾക്കും ഇപ്പോൾ ഇന്ത്യയിൽ വലിയ പ്രസക്തി ഉള്ളതായി തോന്നുന്നില്ല. ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തെ തുടർന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി അറസ്റ്റ് വാറണ്ട് നൽകിയിരിക്കുന്ന ഒരു യുദ്ധ കുറ്റവാളിയാണ് നെതന്യാഹു. ലോകത്തിലെ ഭൂരിപക്ഷം രാഷ്ട്രങ്ങളും ഇയാളെ അകറ്റി നിർത്തിയിരിക്കുകയാണ്. എക്കാലവും ഇസ്രായേലിന് സംരക്ഷണം നൽകിയിരുന്ന യൂറോപ്പും അമേരിക്കയും അവിടങ്ങളിലെ ജനങ്ങളും പോലും ഇസ്രായേലിന് എതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇസ്രായേലിനെതിരെ പ്രസംഗിച്ച സൊഹ്റാൻ മംദാനി ന്യൂയോർക്കിലെ മേയറായി വിജയിക്കുകയും ചെയ്തു. ഒരു 3 വർഷത്തിന് മുമ്പ് പോലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു ഇത്. ഈ നാടുകളിലെ ജനങ്ങളെല്ലാം അത്രത്തോളം ഇസ്രായേലിനെ വെറുത്തു കഴിഞ്ഞു. അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ നിന്ന് ഇറങ്ങിയാൽ ഇനി ഒരിക്കലും ഇസ്രായേലിന് മുൻകാലങ്ങളിൽ ലഭിച്ചിട്ടുള്ള പരിഗണന ലഭിക്കുമെന്ന് പോലും ഉറപ്പില്ല. അങ്ങനെയാണ് അവിടങ്ങളിൽ നടക്കുന്ന പുതിയ സർവേകൾ സൂചിപ്പിക്കുന്ന ഫലങ്ങൾ. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഇസ്രായേലിലേക്ക് പോകുന്നതും നെതന്യാഹുവിനെ വാരിപ്പുണരുന്നതും ഇന്ത്യ മാതൃഭൂമിയും ഇസ്രായേൽ പിതൃഭൂമിയാണ് എന്നുമൊക്കെ പ്രസ്താവനകൾ ഇറക്കുന്നത്. ഇദ്ദേഹത്തിന്റെ സന്ദർശന വേളയിലും ഇസ്രായേൽ ലബനോനിലും ഗസയിലുമെല്ലാം ബോംബ് വർഷം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വെസ്റ്റ് ബാങ്കിലെ ജനങ്ങളെ കുടിയിറക്കി അവരുടെ ഭൂമി പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. യൂറോപ്യൻ യൂണിയൻ വരെ ഇക്കാര്യങ്ങളെ അപലപിക്കുന്ന സമയത്ത് മോദി പറയുന്നത് ഇസ്രായേലും ഇന്ത്യയും ഒരുപോലെയാണ്, ഒരേ ഭീഷണിയാണ് നമ്മൾ നേരിടുന്നത് എന്നൊക്കെയാണ്. എങ്ങനെ നമുക്ക് ഈ കാര്യങ്ങളോട് യോജിക്കാനാകും? ഇസ്രായേലും ഇന്ത്യയും ഒരുപോലെയാണോ? ഇസ്രായേൽ ചെയ്യുന്നത് പോലെ അയൽപക്ക രാജ്യങ്ങളെ നിരന്തരമായി അകാരണമായി ഇന്ത്യ ആക്രമിക്കുന്നുണ്ടോ? അയൽപക്ക രാഷ്ട്രങ്ങളുടെ ഭൂമിയെ പിടിച്ചെടുക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ടോ? അവിടങ്ങളിലെ കുഞ്ഞുങ്ങളുടെ മേലെ ബോംബുകൾ വർഷിക്കുന്നുണ്ടോ? ഏർപ്പെടുന്ന കരാറുകളെല്ലാം കാറ്റിൽ പറത്തി തോന്നുംപടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രമാണോ ഇന്ത്യ? പിന്നെ എന്തർത്ഥത്തിലാണ് ഇസ്രായേലും ഇന്ത്യയും ഒരുപോലെയാണെന്ന് അദ്ദേഹം പ്രസ്താവിച്ചത്? പക്ഷേ ചില കാര്യങ്ങൾ ഇസ്രായേലിൽ നിന്ന് അതുപോലെ റെപ്ലിക്കേറ്റ് ചെയ്യാനായി ഇന്ത്യയിലെ ചില സർക്കാരുകൾ ശ്രമിക്കുന്നുണ്ട്. അത് നമുക്ക് വളരെ വ്യക്തമായി കാണാനും സാധിക്കും. ലോക ജനസംഖ്യയിൽ മഹാഭൂരിഭാഗവും ഇന്ന് ഇസ്രായേലിനെതിരാണ്. ഇപ്പോൾ മോദി നെതന്യാഹുവിനോട് കാണിക്കുന്ന അതിരുകവിഞ്ഞ അടുപ്പം ഈ ജനങ്ങൾക്ക് ഇന്ത്യയോട് അമർഷമുണ്ടാകാനും കാരണമാകും. കുറച്ചു കാലം മുമ്പ് വരെ ലോകത്ത് ഇന്ത്യക്ക് വളരെ ശക്തമായ നയതന്ത്ര സ്വാധീനമുണ്ടായിരുന്നു. ചേരിചേരാ നയവും ന്യായം നോക്കിയുള്ള കൃത്യമായ നിലപാടുകളും കൊണ്ട് ഇന്ത്യയുടെ വാക്കിന് വലിയ വില ലോകസമൂഹം കൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വൻശക്തി രാഷ്ട്രങ്ങൾ എപ്പോഴും ഇന്ത്യയെ തങ്ങളുടെ പക്ഷത്ത് നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പിന്നീട് മോദി അധികാരത്തിൽ വന്നതിന് ശേഷം അമേരിക്കയുമായി അമിത അടുപ്പമുണ്ടാക്കിയതും പിന്നീട് അതൊരു പാരയായതും നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ പാര പണിയുന്ന കാര്യത്തിൽ അമേരിക്കയുടെ അപ്പനാണ് ഇസ്രായേൽ. കുറച്ച് കാലം മുമ്പാണ് ഇസ്രായേൽ ചാര സോഫ്റ്റ്വെയറായ പെഗാസസ് ഉപയോഗിച്ച് ഇന്ത്യയിലെ പ്രമുഖരുടെ വ്യക്തിവിവരങ്ങൾ ചോർത്തി എന്ന വാർത്ത പുറത്തുവന്നത്. തുടർന്നുണ്ടായ അന്വേഷണത്തോട് കേന്ദ്രം സഹകരിക്കുന്നില്ല എന്ന് കോടതി പറഞ്ഞതും അന്വേഷണ റിപ്പോർട്ട് ഇപ്പോഴും പുറത്തുവിടാതെ പൂഴ്ത്തിവെച്ചിരിക്കുകയും ചെയ്യുന്നതും നമുക്കറിയാം. ആരോപണങ്ങളിൽ പറയുന്നത് പോലെ കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെയും എല്ലാം വിവരങ്ങൾ പെഗാസസ് ഉപയോഗിച്ച് ചോർത്തിയെങ്കിൽ
ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾക്കുമേൽ ഇസ്രായേലിന് എന്തുകൊണ്ട് പെഗാസസ് ഉപയോഗിച്ചുകൂടാ? അങ്ങനെ ചോർത്തിയെടുത്ത വിവരങ്ങൾ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് ഭരണകർത്താക്കളെ കൊണ്ട് അവർക്ക് വേണ്ടത് നടത്തിയെടുക്കാൻ ഇസ്രായേൽ ശ്രമിക്കില്ലേ? ഇന്ന് ലോകത്ത് വളരെയേറെ കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു രേഖയാണ് എപ്സ്റ്റീൻ ഫയൽസ്. അമേരിക്കയിലും യൂറോപ്പിലുമെല്ലാം വലിയ തരംഗമാണ് ഇത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ തുടർന്ന് പല രീതിയിലുള്ള പല അന്വേഷണങ്ങളും പല രാജിവെക്കലുകളുമെല്ലാം ഈ രാഷ്ട്രങ്ങളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ എപ്സ്റ്റീൻ മൊസാദിൻ്റെ ഒരു ഏജന്റാണെന്നുള്ള വാദം വളരെ ശക്തമാണ്. കാരണം ഇയാളെ ബന്ധിപ്പിക്കുന്ന എല്ലാ കണ്ണികളും എത്തിച്ചേർന്ന് നിൽക്കുന്നത് ഇസ്രായേലിലേക്കാണ്. ഇയാൾ പകർത്തിയെടുത്ത ദൃശ്യങ്ങൾ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്താണ് ഇസ്രായേൽ പല ലോകരാജ്യങ്ങളെയും തങ്ങളുടെ പക്ഷത്ത് നിർത്തുന്നത് എന്നാണ് വാദം. ഇസ്രായേലിന് എല്ലാ കാലത്തും സംരക്ഷണം നൽകിയിട്ടുള്ള അമേരിക്കയും ഇസ്രായേൽ അനാവശ്യമായി എത്ര യുദ്ധങ്ങളിലേക്കാണ് വലിച്ചിഴച്ചിട്ടുള്ളത്. ട്രംപ് അടക്കം പല ലോക നേതാക്കളും അവരുടെ രാജ്യതാൽപര്യങ്ങളും രാഷ്ട്രീയ ഭാവിയും ബലികഴിച്ച് ജനങ്ങളുടെ കടുത്ത എതിർപ്പിനെയും മറികടന്നിട്ടാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത്. ജെഫ്രി എപ്സ്റ്റീൻ പകർത്തിയ ദൃശ്യങ്ങൾ പുറത്താകുമെന്നുള്ള ഭയത്തെ തുടർന്നാണ് എന്നാണ് ജനങ്ങളുടെ വാദം. എന്തായാലും ഇസ്രായേലുമായി വ്യാപാര ബന്ധങ്ങളും ആയുധ കച്ചവടങ്ങളുമാകാം. പക്ഷേ അതിരു കവിഞ്ഞ് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു പാർട്ട്ണർ അല്ല ഇസ്രായേൽ. അതൊരു ബ്ലാക്ക് മെയിലിംഗ് റെജീമാണ്.